ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 രാജാക്കന്മാർ പുസ്തകം അവസാനത്തെ അധ്യായമായ 22-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 22-ാം അധ്യായത്തിൽ ആഹാബ് രാജാവ് കുറേ നാളുകൾക്ക് ശേഷം ആരാൻ രാജാവ് പിടിച്ചെടുത്തതായ സ്ഥലം അത് തിരിച്ചു പിടിക്കുവാൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും യഹോശാഫാത്ത് രാജാവിനോട്, യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് തന്നോട് ഇത് ചേർന്ന് യുദ്ധം ചെയ്യാൻ വരുമോ എന്ന് ചോദിക്കുകയും യഹോശാഫാത്ത് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. യഹോശാഫാത്ത് നല്ലൊരു രാജാവാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഓർത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചില്ലല്ലോ. ഇപ്പോൾ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി ദൈവത്തോട് ആലോചന ചോദിക്കണമെന്ന് യഹോശാഫാത്ത് ആഹാബിനോട് ആവശ്യപ്പെടുകയും ആഹാബൻ 400 പ്രവാചകന്മാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇതിനു മുൻപ് ഏലിയ പ്രവാചകനുമായി ഒരു തർക്കമുണ്ടാവുകയും ആരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ അന്നും 400 പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ വധിക്കപ്പെട്ടതാണ്. അതിനുശേഷവും വ്യാജ പ്രവാചകന്മാരെ അവരുടെ സന്നിധിയിൽ ഉണ്ടാവുകയാണ്. അവരെ വിളിച്ചു വരുത്തി ആലോചന ചോദിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യാജ പ്രവാചകന്മാരും വ്യാജ ഉപദേഷ്ടാക്കന്മാരും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതെല്ലാ കാലത്തും എല്ലാ സഭയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ വ്യാജ പ്രവാചകന്മാരുടെ യുദ്ധത്തിൽ പോകാമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ധൈര്യമായിട്ട് പോകാം, നമുക്ക് ജയിക്കും. അപ്പോഴാണ് യഹോശാഫാത്തിനൊരു സംശയം. അദ്ദേഹം പറഞ്ഞു, ഇതല്ലാതെ മറ്റു പ്രവാചകന്മാർ ഇവിടെ ഉണ്ടോ, ഈ രാജ്യത്തുണ്ടോ? അപ്പോഴാണ് മീഖായാവിനെ കുറിച്ച് അറിയുന്നത്. മീഖായാവിനോട് ആഹാബിനൊട്ടും താല്പര്യമില്ല. കാരണം ഇതിനു മുമ്പ് ആഹാബിനെതിരായിട്ട് അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അയാളുടെ കാര്യം ആഹാബ് ഇവിടെ പറയാതിരുന്നത്. യഹോശാഫാത്ത് ആവശ്യപ്പെട്ട അനുസരിച്ച് മീഖായാവിനെ വിളിച്ചു. അദ്ദേഹം പ്രവചിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേൽ യുദ്ധത്തിൽ ഇത് തോറ്റുപോകും. അതെങ്ങനെ മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടാകുന്നു. അതായത് അതിൻ്റെ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ ആരെ എനിക്ക് വേണ്ടി ആഹാബ് രാജാവിൻ്റെ മുന്നിൽ പ്രവേശിച്ച് അവനെ യുദ്ധക്കളത്തിലയക്കും എന്ന് ചോദിച്ചപ്പോൾ ആത്മാവ് വന്ന് മുന്നോട്ട് പറയുന്നു, ഞങ്ങൾ അവൻ്റെ മേൽ പ്രവേശിച്ച് നുണയുടെ ആത്മാവിനെ അവൻ്റെ മേൽ വർഷിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് ആത്മാവാണ്? ഈ നുണയുടെ ആത്മാവ് ഒരിക്കലും അത് പരിശുദ്ധാത്മാവല്ല എന്ന് മനസ്സിലാക്കണം. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ ദുരാത്മാക്കളെ പോലും ദൈവം ഉപയോഗിച്ചേക്കും എന്നൊരാശയമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ദുരാത്മാക്കളും ദൈവസന്നിധിയിൽ വന്ന് നിന്ന കാര്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ദുരാത്മാക്കളാണ്, പിശാചാണ് യേശുവിനോട് വന്ന അനുവാദം ചോദിക്കുന്നത്, അല്ലെ ദൈവത്തോട് വന്ന അനുവാദത്തോടെ ചോദിക്കുന്നത്. ഇതുപോലെ ഈ തനിക്കുണ്ടായതായ ദർശനം മീഖായാവ് അവിടെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരാൾ അവിടെ വന്ന് മർദ്ദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെകിടത്തടിച്ചു. രാജാവിനെതിരായിട്ട് പ്രവചിച്ചതുകൊണ്ട്. ഇതിനു മുമ്പ് പല ആളുകളും അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവിന് അനുകൂലമായി നീ പ്രവചിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുകയില്ല. ദൈവം എന്താണോ എനിക്ക് വെളിപ്പെടുത്തിയത് മാത്രമേ ഞാൻ പ്രവചിക്കുകയുള്ളൂ. യഥാർത്ഥ പ്രവാചകൻ അപ്രകാരമാണ്. എന്നിട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ജയിലിലാക്കി അല്പം ഭക്ഷണം മാത്രം, ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ യുദ്ധത്തിന് പോവുകയാണ്. ആഹാബിയുടെ വേഷപ്രസന്നനായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. കാരണം താൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് ആരും ഇത് തിരിച്ചറിഞ്ഞ് തന്നെ വധിക്കാതിരിക്കാൻ വേണ്ടി. യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ രാജാവിൻ്റെ വേഷം നീ ധരിച്ചുകൊള്ളുക. പക്ഷെ അങ്ങനെ യുദ്ധത്തിന് പോയി ഒരാളിൽ നിന്ന് ഉന്നം തെറ്റി
ഒരമ്പ് വന്ന് ഇദ്ദേഹത്തിന് മേൽ ഇത് തറച്ച് ആഹാബ് രാജാവ് അവിടെ മരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, അവൻ്റെ രക്തം പുരണ്ട അവൻ്റെ ആ രഥം കഴുകിയ കുളത്തിൽ നായ്ക്കൾ വന്ന വെള്ളം അവിടെ വന്ന് നക്കി കുടിക്കുകയാണ്. ഇതിനു മുൻപ് അവൻ ആ മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമാക്കാൻ വേണ്ടി ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ വധിച്ചതും അത് അവൻ്റെ രക്തം പോലെ ഇവൻ്റെ രക്തം നായ്ക്കൾ വന്ന് കുടിക്കുമെന്ന് പറഞ്ഞ പ്രവചനം ഇപ്പോൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് കടന്നു പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ തലമുറകളെയും നമ്മളെയും ബാധിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടായി നീതിപൂർവ്വം ചിന്തിക്കാനും പ്രവർത്തിപ്പാനും നമുക്ക് ഇടയായിട്ട് ഇത് തീരേണ്ടതാണ്. അതിനുശേഷം യഹോശാഫാത്ത് നല്ലൊരു രാജാവായിരുന്നെങ്കിലും പൂജാഗിരികളെയൊന്നും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് അദ്ദേഹം ഇത് നീക്കം ചെയ്തിരുന്നില്ല. ആഹാബിൻ്റെ മകൻ അഹസ്യാവ് ഭരണമേൽക്കുന്നതായി നമ്മൾ കാണുന്നു. തൻ്റെ പിതാവിനേക്കാൾ നീചനായ രീതിയിൽ അവൻ പ്രവർത്തിക്കുകയാണ്. കർത്താവിനെ അപ്രകാരം അവിടെ പ്രകോപിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ഈ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം കൂടി അവസാനിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് 2-ാം പുസ്തകം നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവരും വേദപുസ്തകം വായിക്കുകയും മറ്റുള്ളവരെ കൂടി വായിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.